ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് വരുന്നു. ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായി ചിന്നക്കനാലിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വഴിയോര കടകൾ ഈ ആന തകർത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യമാണ്, ആന റോഡിൽ നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചക്കക്കൊമ്പൻ പൊതുവേ അക്രമകാരി ആകാത്ത ആനയായിരുന്നു. എന്നാൽ ഈ ആന അതിൻ്റെ സ്വഭാവം മാറ്റുന്നു എന്ന് മനസ്സിലാകുന്നു. രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങൾ വായിച്ചിരുന്നു. രാഹുൽ, ചക്കക്കൊമ്പനെ കുറിച്ച് അങ്ങനെ വലിയ അപകടകരമായ വാർത്തകളില്ലായിരുന്നു. എന്നാൽ ചക്കക്കൊമ്പൻ്റെ രീതി മാറുകയാണോ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരിടവേളയ്ക്ക് ശേഷം എന്തായാലും ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയതിന്റെ വാർത്തയാണ് വരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുതുപ്പരട്ട് ഭാഗത്ത് ഈ ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. പെരിയകനാൽ ഭാഗത്ത്, അതായത് ആനയിറങ്ങൽ ഡാം കടന്ന് പെരിയകനാൽ ഭാഗത്തേക്ക് ആന എത്തിയതാണ്. എന്തായാലും വഴിയോര കടകൾ 4 എണ്ണമാണ് ഈ കാട്ടാന തകർക്കുകയും ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല അതുവഴി എത്തിയ വാഹനങ്ങളും ഈ കാട്ടാന തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് RRT എത്തിയ ആനയെ തുരത്തുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഈ ആന ഈ പ്രദേശത്ത് സിംഗണ്ട ഭാഗത്ത് രാവിലെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വേസ്റ്റ് കുഴി ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ജനവാസ മേഖലയാണ്. ഈ അക്രമ സ്വഭാവം വീണ്ടും തുടരുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കുണ്ട്. ഈ വഴിയോര കടകളിൽ പൈനാപ്പിളുകളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഈ പൈനാപ്പിളുകൾ ഈ കട തകർത്ത് ഭക്ഷിച്ചു എന്നുള്ളതാണ് RRT നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജാഗ്രത വേണമെന്ന് നാട്ടുകാരോട് RRT നിർദ്ദേശിച്ചിട്ടുണ്ട്. ആനയുള്ള ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല RRT ഈ ചക്കക്കൊമ്പനെ ഉൾപ്പെടെയുള്ള കാട്ടാനകളെ ചിന്നക്കനാലിൽ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ചക്കക്കൊമ്പന്റെ ആക്രമണം ചിന്നക്കനാലിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്.